Hello, welcome to my channel. Today we are going to discuss about oscillations. That is the first chapter in module 1. ഇവിടെ ഞാൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ, അതായത് നിങ്ങൾ ഓൾറെഡി സ്മോളർ ക്ലാസ്സസിൽ +1 പഠിക്കുന്ന അല്ലെങ്കിൽ +1 +2 ആ ടൈമിൽ പഠിക്കുന്ന ഒരു മോഷനെ പറ്റിയാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദിസ് ടോപ്പിക് ബിലോങ്സ് ടു ബോത്ത് എഞ്ചിനീയറിംഗ് ഫിസിക്സ് A and B. ഓക്കെ, എക്കാർക്കും ബിക്കാർക്കും ആവശ്യമുള്ള ചാപ്റ്ററാണിത്. ഇത് ഞാൻ ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ടാണ് ഈ ഒരു ചാപ്റ്ററിനെ ഡിവൈഡ് ചെയ്ത് ഇതിനകത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. സോ ഇൻ ദ ഫസ്റ്റ് part it is related to simple harmonic motion. So before starting simple harmonic motion, let's see which are the different types of motions in this universe. And before that, let me inform you, if you like this video, please like, comment, share and subscribe. Okay, appo namukku munnotu povam. So the different motions, actually the different motions are repetitive motion and non-repetitive motion. Repetitive motion എന്ന് പറഞ്ഞാൽ as the name itself, repeated ആയിട്ട് നടക്കുന്ന movements അല്ലേ. repeated ആയിട്ട് നടക്കുന്ന മൂവ്മെൻറ്റ്സിന് നമുക്ക് എന്തൊക്കെ പറയാം? യൂണിഫോം സർക്കുലർ മോഷൻ, ഒരു സർക്കുലർ പാത്തിലൂടെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് അതൊരു റിപ്പീറ്റീവ് മോഷൻ ആയിട്ട് പറയാം. ആൻഡ് ഇത് എക്സാമ്പിൾ ഈസ് ഓർബിറ്റൽ മോഷൻ ഓഫ് പ്ലാനറ്റ്സ് ഇൻ ദ സോളാർ സിസ്റ്റം. നിങ്ങൾക്ക് ആ ഫിഗർ 2 കാണാം അല്ലേ, അത് റിപ്പീറ്റ് ആയിട്ട് പോവുകയാണ്, അവിടെ ഒരു സ്റ്റോപ്പിംഗ് എഫക്റ്റ് അവിടെ വന്നിട്ടില്ല. സോ ദാറ്റ് ഇസ് എ റിപ്പീറ്റീവ് മോഷൻ ആൻഡ് വി ക്യാൻ സേ ദാറ്റ് ഇസ് എ പീരിയോഡിക് മോഷൻ ഓർ എന്താ പറയുന്നത്, ഒരു റെഗുലർ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ നടക്കുന്ന ഒരു മൂവ്മെൻറ്റ്, അതിനെയാണ് നമ്മൾ പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. ഇനി നോൺ റിപ്പീറ്റീവ് മോഷൻ ആണെങ്കിൽ എന്താണ്? നോൺ റിപ്പീറ്റീവ് മോഷൻ മീൻസ് എക്സാമ്പിൾസ് ആർ റെക്ലീനിയർ മോഷൻ, പ്രൊജക്ടൈൽ മോഷൻ എക്സെട്ര. ദാറ്റ് ഈസ് നോൺ റിപ്പീറ്റീവ് ആസ് ദ നെയിം ഇറ്റ് സെൽഫ്, റിപ്പീറ്റ് ചെയ്ത് നടക്കാത്ത മോഷൻസ്. ഫോർ എക്സാമ്പിൾ ആസ് ദ ഫിഗർ 1 ഷോസ്, ദാറ്റ് ഇസ് ദ ബാസ്കറ്റ് ബോൾ അല്ലേ. ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ബോൾ നമ്മൾ ബാസ്ക്കറ്റിലേക്ക് എറിയുമ്പോൾ അതൊരു നോൺ റിപ്പീറ്റീവ് മോഷനാണ്. അവിടെ ആ ബാസ്ക്കറ്റിനകത്ത് വീണ് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു റിപ്പീറ്റ് എഗെയിൻ അല്ലേ. പിന്നെ ഒരാൾ ചെന്ന് ആ ബോൾ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ആ ബാസ്ക്കറ്റിലേക്ക് എറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ മോഷൻ വീണ്ടും നടക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ബാസ്ക്കറ്റിനകത്ത് വീണ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫോൾ ഇൻസൈഡ് ദ ബാസ്ക്കറ്റ് ഇറ്റ് സെൽഫ്, അവിടെ ആ പ്രോസസ്സ് സ്റ്റോപ്പ് ആവുകയാണ്. ഓർ ദാറ്റ് മൂവ്മെൻറ്റിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. That's why that is a non-repetitive motion. So these are the general types of motion, that is repetitive motion and non-repetitive motion. And in this types of motion, we can say there is a main part, that is the periodic motion. At any interval of time, repetitive ആയിട്ട് ആക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഹാർമോണിക് മോഷൻ, ദാറ്റ് ഈസ് പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനെ നമുക്ക് മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യാൻ, സൈൻ ഓർ കൊസൈൻ ഫംഗ്ഷനിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതിന് നമുക്ക് ഹാർമോണിക് മോഷൻസ് എന്ന് പറയാം അല്ലേ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് മറ്റൊരു ടൈപ്പ് ഓഫ് മോഷൻ നമ്മൾ ജനറൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഈ ടൈപ്പ് ഓഫ് മോഷൻസ് എല്ലാം നമുക്ക് യൂണിവേഴ്സിൽ യൂണിവേഴ്സിൽ കാണാൻ പറ്റുന്നത് ഏതൊക്കെ രീതിയിലാണ്? ദർ ആർ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ്, ദാറ്റ് ഈസ് മോഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം, മോഷൻ ഓഫ് എ സ്വിംഗ്, ലീവ്സ് ആൻഡ് ബ്രാഞ്ചസ് ഓഫ് എ ട്രീ ഓസിലേറ്റിംഗ് ഇൻ ബ്രീസ്, പിന്നെ ഏതാ പിസ്റ്റൺസ് ഇൻ എൻജിൻസ് ഓഫ് കാർസ്, ഹാർട്ട് ബീറ്റ് അല്ലേ, ഹാർട്ട് പമ്പ് ചെയ്യുന്നതിൻ്റെയൊക്കെ നമുക്ക് ഓരോ മോഷൻസ് ആണ് അല്ലേ. അതെല്ലാം നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻസ് എന്ന് പറയാം. ദീസ് ഓൾ ആർ പീരിയോഡിക് മോഷൻസ്. ഓക്കെ, ഒരു റിപ്പീറ്റീവ് ടൈമിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവൽ ഓഫ് ടൈമിൽ റിപ്പീറ്റീവ് ആക്ഷൻ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഫോർ എക്സാമ്പിൾ ഹാർട്ട് ബീറ്റ് നിന്ന് പോയാൽ എന്താണ്? ഒരു വ്യക്തി അവിടെ മരിക്കുന്നു അല്ലേ, ആ ഒരു ആൾക്ക് എന്തെങ്കിലും അതിൻ്റെതായ ഡിഫക്റ്റ് ഉണ്ടാവുന്നുണ്ട്. സോ ആ ഹാർട്ട് ബീറ്റ് കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ദാറ്റ് ഈസ് എ റിപ്പീറ്റീവ് മോഷൻ. നൗ ഹാർട്ട് ബീറ്റ് അല്ലെങ്കിൽ ബ്ലഡ് പമ്പിങ് അതെല്ലാം നമുക്ക് ബോഡിയിൽ അത് റിപ്പീറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി ജീവിക്കുന്നത് തന്നെ. ഇനി നമ്മൾ എന്താ പറയാൻ പോകുന്നത്? നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മോഷൻ, ദാറ്റ് ഇസ് ദ ഓസിലേറ്ററി മോഷൻ. പീരിയോഡിക് ടു ആൻഡ് ഫ്രോ മോഷൻസ് ആർ ടേംഡ് ആസ് ഓസിലേറ്ററി മോഷൻ. അതായത് പീരിയോഡിക് ആയിട്ട് മുന്നോട്ടും പിന്നോട്ടും ഒരു പെർട്ടിക്കുലർ ഇൻ്റർവൽ ഓഫ് ടൈമിൽ മുന്നോട്ടും പിന്നോട്ടും ആയുന്ന ഒരു മോഷൻ അല്ലെങ്കിൽ ഒരു ചലനത്തിനെയാണ് നമ്മൾ ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. എവറി ഓസിലേറ്ററി മോഷൻസ് ആർ പീരിയോഡിക് ആൻഡ് എവറി പീരിയോഡിക് മോഷൻസ് ആർ നോട്ട് ഓസിലേറ്ററി. അത് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. എല്ലാ ഓസിലേറ്ററി മോഷൻസും പീരിയോഡിക് ആണ്, പക്ഷേ എല്ലാ പീരിയോഡിക് മോഷൻസും ഓസിലേറ്ററി അല്ല. അപ്പം നിങ്ങൾക്ക് അവിടെ ഒരു ഫിഗറിൽ കാണുന്നത് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഓസിലേഷൻ ആണ്. Now we are going to start simple harmonic motion. Now what is the definition for simple harmonic motion? It can be asked as a short question. That is a particle which you have studied in your smaller classes. What is Shm? What is a simple harmonic motion?
a particle is said to execute simple harmonic motion when it vibrates periodically. നമ്മൾ പറഞ്ഞു motion, oscillatory motion എന്ന് പറയുന്നത് അല്ലെങ്കിൽ harmonic motion എന്ന് പറയുന്നത് periodic ആണ്. Oscillatory motions are periodic എന്ന് പറഞ്ഞു അല്ലേ. So here the particle is said to execute Shm when it vibrates periodically in such a way that at any instant the restoring force, let it be capital F, okay, the restoring force acting on it is proportional to its displacement from a fixed point in its path and is always directed towards that path. അതായത് ആ പാർട്ടിക്കിൾ പീരിയോഡിക് ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ റീസ്റ്റോറിംഗ് ഫോഴ്സ് എഫ് എന്ന് പറയുന്നത് ഈസ് പ്രപ്പോർഷണൽ ടു ദി ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ്. ഓക്കെ, നൗ അതെന്താണ്, അതിനൊരു മൂവ്മെൻറ്റിന് ഒരു പൊസിഷനും കൂടെ ഉണ്ട്, അതും കൂടെ പറയുന്നുണ്ട്. എന്താണ്? ഫ്രം എ ഫിക്സഡ് പോയിന്റ് ഇൻ ഇറ്റ്സ് പാത്ത് ആൻഡ് ഈസ് ഓൾവേസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദാറ്റ് പോയിന്റ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും നമ്മളുടെ പൊസിഷനും. നിങ്ങൾക്ക് ആ ഫിഗർ 5-ൽ അത് കാണാൻ പറ്റുന്നതായിരിക്കും. റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് മുന്നോട്ടാണെങ്കിൽ പൊസിഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഓക്കെ, ദാറ്റ് ഇസ് എ ഹെലിക്കൽ സ്പ്രിംഗ്. നിങ്ങൾക്ക് കാണാം ഹൊറിസോണ്ടലായിട്ടൊരു സ്പ്രിംഗ് കണക്ട് ചെയ്തിരിക്കുന്നു. അതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ആ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നതിന് എതിരായിട്ടാണ് ആ പൊസിഷൻ, ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് വൈ വി ക്യാൻ സേ ദ ഇക്വേഷൻ ഈസ് റിട്ടൺ ആസ് എഫ് ഈസ് പ്രപ്പോർഷണൽ ടു മൈനസ് എക്സ് ഓർ ഇറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. In your smaller classes you have studied proportionality sign മാറ്റാനായിട്ട് യൂസ് ചെയ്യുന്നൊരു കോൺസ്റ്റൻ്റ് ആണ് kx എന്നുള്ളത്. But here as we are going to study the other two motions like damped harmonic and forced harmonic in your degree level or in your BTech level, നിങ്ങൾ പഠിക്കാൻ പോകുന്നതിൽ higher type of motions പഠിക്കുന്നതുകൊണ്ട് kക്ക് പകരം we are going to substitute instead of k, here the proportionality constant is considered as capital C. ഓക്കെ, അടുത്ത സ്ലൈഡിൽ തൊട്ട് നമ്മളത് എഫ് ഈസ് ഈക്വൽ ടു മൈനസ് സി എക്സ് എന്നാണ് കാണാൻ പോകുന്നത്. സി ഈസ് സിംപ്ലി ദ ഫോഴ്സ് കോൺസ്റ്റൻറ്റ് ഓർ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. ഓക്കെ, ചെറിയ ക്ലാസ്സിൽ പഠിച്ച കെ തന്നെയാണ് നിങ്ങളുടെ സി. ഇനി ദ ഫിക്സഡ് പോയിന്റ് ഈസ് കോൾഡ് ദ മീൻ പൊസിഷൻ ഓർ ഇക്വലിബ്രിയം പൊസിഷൻ. ദാറ്റ് ഇസ് ദിസ് റെഡ് ലൈൻ. ഈ റെഡ് ലൈൻ കാണുന്നതാണ് നമ്മുടെ ബോബ് സ്റ്റഡി സ്റ്റേറ്റിലായിരിക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കിടക്കുന്നത് മീൻ പൊസിഷൻ അല്ലെങ്കിൽ ഇക്വലിബ്രിയം പൊസിഷൻ. അവിടെ നിന്ന് നമ്മളൊരു പോയിന്റിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആ ഒരു പോയിന്റാണ് നമ്മളുടെ എക്സ്ട്രീം പൊസിഷൻ. ആൻഡ് വെൻ വി റിലീസ് ദാറ്റ് ബോബ് ഇറ്റ് റീച്ചസ് ദ അതർ എൻഡ് അറ്റ് ദ സെയിം ഏരിയ അല്ലേ. ഈക്വലിബ്രിയം പൊസിഷനിൽ നിന്ന് നെക്സ്റ്റ് പോയിന്റിൽ എത്തുന്നതും ആദ്യം ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഈക്വലിബ്രിയം പൊസിഷനിൽ കൊണ്ട് വെച്ചേക്കുന്ന ആ ഒരു ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ on extreme ends means that is the A and B are called the extreme ends and the center point, that is the red line, shows the equilibrium position or mean position. So ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. Now we are going to study the differential equation of Shm. Differential equations of Shm. Single equation ഉള്ളൂ, ഇവിടെ equations എന്നാണ് കിടക്കുന്നത്. It is differential equation of Shm. Okay, the restoring force F acting on a particle of mass m executing Shm is given by F is equal to minus Cx. നമ്മൾ നേരത്തെ പറഞ്ഞു as the definition it is F proportional to minus x. So a proportionality sign മാറ്റിയപ്പോൾ F is equal to minus Cx. But as per Newton's second law, നമുക്കറിയാം ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്താണ്? ഫോഴ്സ് ഇസ് ഈക്വൽ ടു ma, that is mass into acceleration. So I can write in terms of displacement, that is m into d square x by dt square. സ്മോളർ ക്ലാസ്സസിൽ നിങ്ങൾ പഠിക്കുന്നതാണ് വെലോസിറ്റിയെയും ആക്സലറേഷനെയും ഡിസ്പ്ലേസ്മെന്റിന്റെ ടേംസിൽ നമുക്ക് എങ്ങനെ എഴുതാം. ഇവിടെ ആക്സലറേഷൻ ആണ്, that is second order of displacement ആണ് d square x by dt square, or m into d square x by dt square is equal to minus cx. ഓക്കെ, അതിൽ നിന്ന് ഡി സ്ക്വയർ എക്സ്, എൻ്റെ ലക്ഷ്യം എന്താ? ഡിഫറൻഷ്യൽ ഇക്വേഷൻ കാണാനാണ് എസ് എച്ച് എമ്മിൻ്റെ. സോ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് സി ബൈ എം ഇൻറ്റു എക്സ്. എമ്മിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നു. ഇനി എന്താ? എനിക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർമാറ്റിലേക്ക് ആക്കണം. സോ ഇറ്റ് ഈസ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് സി ബൈ എം ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0, or it can be written as d square x by dt square plus omega 0 square x is equal to 0, where omega 0 square is c by m, where c is the force constant. This equation, this bolded equation, is the differential equation of Shm. ഇത് നിങ്ങൾ smaller classes പഠിച്ചിട്ടുണ്ട്. And what is this omega 0? It is root of c by m and it is the natural angular frequency.
ഇനി ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു സൊല്യൂഷൻ ഉണ്ട്. എന്താണ് സൊല്യൂഷൻ? അതും നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ 0t പ്ലസ് 5 വേർ എ റെപ്രസെൻറ്റ്സ് ദ ആംപ്ലിറ്റ്യൂഡ്, ഒമേഗ 0t പ്ലസ് 5 റെപ്രസെൻറ്റ്സ് ദ phase of the system. ഓക്കെ, ആ ഒരു ഏരിയയിൽ. ഇനി phi എന്ന് പറയുന്നത് ഇനീഷ്യൽ ഫേസ്. ദിസ് ഗിവ്സ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് എനി ഇൻസ്റ്റന്റ് t. ഇതാണ് നമ്മളുടെ ഡിസ്പ്ലേസ്മെന്റ് കിട്ടാനുള്ള, അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലേ, അതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് എ ഹാർമോണിക് വേവ് മോഷൻ, ഓർ വി ക്യാൻ സേ ഇറ്റ് ഈസ് ഇൻ സൈൻ ഫോമാറ്റ്, ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു സൈൻ ഫംഗ്ഷൻ. Now, what is the physical significance of this omega 0? Angular frequency, natural angular frequency എന്ന് പറഞ്ഞു. അതിൻ്റെ physical significance എന്താണെന്നാണ് അടുത്ത ചോദ്യം. നോക്കാം. The displacement equation of Shm is x is equal to a sin omega 0t plus 5. x നമുക്കറിയാം a sin omega 0t plus 5, where omega 0 is equal to root of c by m. ഇനി ഈ ഒമേഗ 0 എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒമേഗ 0യുടെ ഇൻഫ്ലുവൻസ് എന്താണ് ഈ SHMലെ ഇക്വേഷനിൽ, എന്താണ് ഈ ഒമേഗ 0യുടെ ഇൻഫ്ലുവൻസ്, അതാണ് നമ്മൾ ഇനി അടുത്തത് പറയാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യത്തെ സ്റ്റെപ്പ്, ഇതിൽ 3 സിഗ്നിഫിക്കൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് ഇസ്, ഈവൻ നമ്മൾ ആ ടൈം ഒരു പെർട്ടിക്കുലർ t എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റൻ്റ് ആണ് നമ്മൾ സൊല്യൂഷനിലും നമ്മളുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിലും കണ്ടത്. ആ ടിയെ നമ്മൾ റീപ്ലേസ് ചെയ്ത് അതിന് മറ്റൊരു ഫോർമാറ്റിൽ, മറ്റൊരു സമയത്തിൽ ഈ ഓസിലേഷൻ നടന്നു എന്ന് നമ്മൾ കാണിച്ചാൽ അവിടെ നമുക്ക് കിട്ടുന്ന സൊല്യൂഷനും നേരത്തെ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് കിട്ടിയ സൊല്യൂഷനും ഈക്വലായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അത് നമ്മളൊരു പ്രൂഫാണ്. ആ ഒരു പ്രൂഫാണ് നമ്മളിവിടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒമേഗ 0യുടെ സിഗ്നിഫിക്കൻസിനെ പറയുന്നത്. രണ്ടാമത്, ഒമേഗ 0 ഫ്രീ ഓസിലേറ്റർ ആയിരിക്കുമ്പോൾ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, അതേപോലെ അതിൻ്റെ എന്താണ് ഇമ്പോർട്ടൻസ്, എന്തെല്ലാം, ഏത് ടൈപ്പ് ഓഫ് ഇക്വേഷൻസിലൊക്കെ നമുക്ക് ഈ ഒമേഗ 0 ആക്റ്റീവ് ആകും എന്നാണ് നമ്മൾ ഈ ഫിസിക്കൽ സിഗ്നിഫിക്കൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ. ആദ്യം നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ എഴുതുന്നു. ഓക്കെ, ഇനി റീപ്ലേസ് ടി വിത്ത് ടി പ്ലസ് 2π ബൈ ഒമേഗ 0. അതായത് ഒരു പെർട്ടിക്കുലർ ടൈം ആയിരുന്നു ടി എന്നുള്ളത് അല്ലേ, ആ ഒരു പെർട്ടിക്കുലർ ടൈമിലെ ഡിഫറൻഷ്യൽ ഇക്വേഷനും സൊല്യൂഷനുമാണ് നമ്മൾ ഇത്രയും നേരം മുമ്പത്തെ സ്ലൈഡിൽ കണ്ടത്. ഇനി ആ ഒരു പെർട്ടിക്കുലർ ടൈം അല്ലാതെ അന്നേരം നമ്മൾ പറയുന്നതിന് പകരം, ഇപ്പോൾ അത് ഒരു 1 സെക്കൻഡിലായിരുന്നുവെങ്കിൽ 1+1 അല്ലെങ്കിൽ ഒരു 1+3 അല്ലെങ്കിൽ ഒരു 4 seconds, അങ്ങനെ ഏതെങ്കിലും ഒരു അനദർ ടൈമിൽ ഈ ഓസിലേഷൻ നടന്നു എന്ന് വിചാരിക്കുക. അതിനുവേണ്ടി നമ്മൾ ജനറലായിട്ട് ഒരു ടൈം കൊടുക്കുവാണ്, ദാറ്റ് ഈസ് ടി പ്ലസ് 2π ബൈ ഒമേഗ 0. അതിൽ വേറൊരു, ആ നേരത്തെ ഉണ്ടായിരുന്ന ടൈമിൻ്റെ കൂടെ മറ്റൊരു ഫാക്ടറും കൂടെ ആഡ് ചെയ്തു. ഇനി ഈ ഒരു ടൈമിനെ നമ്മൾ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ our equation becomes x is equal to a sin omega 0 tക്ക് പകരം t plus 2π by omega 0. ഒമേഗ 0യുടെ സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ നോക്കുന്നത്, അതുകൊണ്ടാണ് ടൈമിൻ്റെ കൂടെ 2π by omega 0 എന്ന് കൊടുത്തത്. ഓക്കെ, that is 2π by omega 0. omega 0 is actually frequency അല്ലേ. സോ 2π by frequency എന്ന് പറയുന്നത് ആരാണ്, ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്, പീരീഡ് അല്ലേ, ടൈം പീരീഡ്. ടൈം പീരീഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു റെസിപ്രോക്കൽ എഫക്റ്റ് ആണ് ഫ്രീക്വൻസിയുമായിട്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ടി പ്ലസ് 2π by omega 0 പ്ലസ് 5. ഓക്കെ, അപ്പോൾ എ സൈൻ ഒമേഗ 0 ടി പ്ലസ് 2π by omega 0 പ്ലസ് 5. ഇനി ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നതിനെല്ലാം ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. എ സൈൻ ഒമേഗ 0 ടി പ്ലസ് ഒമേഗ 0 അകത്തേക്ക് പോകും, 2π by omega 0 ഇൻറ്റു ഒമേഗ 0. സോ ഒമേഗ 0 ഗെറ്റ്സ് ക്യാൻസൽ, ബാക്കി കിട്ടുന്നത് 2π പ്ലസ് 5. ഇനി മാത്സിൽ നമ്മൾ പഠിക്കുന്നതാണ് സൈൻ 360 ഡിഗ്രി പ്ലസ് തീറ്റ, അതേപോലെ കോസ് 360 ഡിഗ്രി പ്ലസ് തീറ്റ, അങ്ങനെ പലതും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ചാപ്റ്ററിൽ. ഇവിടെ അതേപോലെ 2π ആണ് വന്നിരിക്കുന്നത് അല്ലേ. പൈ വി നോ ദാറ്റ് ഇറ്റ് ഈസ് 180 ഡിഗ്രി. സോ 2π മീൻസ് ഇറ്റ് ഈസ് 360 ഡിഗ്രി. സോ ഹിയർ ഇറ്റ് ഈസ് എ സൈൻ 360 ഡിഗ്രി പ്ലസ് ഒമേഗ 0 ടി പ്ലസ് 5. മാത്സിൽ നമ്മൾ തീറ്റ ആണ് പറഞ്ഞെങ്കിൽ ഇവിടെ തീറ്റയ്ക്ക് പകരം ഇറ്റ് ഈസ് ഒമേഗ 0 ടി പ്ലസ് 5. സോ 360 പ്ലസ്
omega 0 t plus phi is what? Sine omega 0 t plus phi itself. Sine 360 plus theta is sine theta itself. അത് തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. x is equal to a sine omega 0 t plus phi. ഓക്കെ, മാത്സിൽ ആ ഒരു പ്രോപ്പർട്ടി, ആ ഒരു ഇക്വേഷൻ നമ്മൾ ഇവിടേക്ക് അപ്ലൈ ചെയ്തേക്കുന്നു. അത്രയേ ഉള്ളൂ. Put it as equation number 3. So, see, we started with the equation x is equal to a sine omega 0 t plus phi for a time t. ആ ടീനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് t plus 2 pi by omega 0 കൊടുത്ത് സോൾവ് ചെയ്തപ്പോഴും we got this solution as the same, right? So equation 2 നമ്മൾ ഇതെടുത്തത് ആദ്യത്തെ സൊല്യൂഷൻ്റെ ഇക്വേഷൻ ആയിരുന്നു. അത് തന്നെ നമുക്ക് ടൈം മാറ്റി എടുത്തപ്പോഴും കിട്ടി. So this term omega 0 t plus phi is the phase of oscillation and phi is called the initial phase of oscillation. Now, since equation 3 is same as equation 2, it means sine omega 0 t plus phi is a periodic function with period t is equal to 2 pi by omega 0. So, a small t യുടെ കൂടെ ഒരു പീരിയോഡിക് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു പീരീഡും കൂടെ അവിടെ ആക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് സെയിം ഇക്വേഷൻ തന്നെയാണ്. So, in that sense, capital T is equal to 2 pi by omega 0 or omega 0 is equal to 2 pi by t. അപ്പോൾ നമ്മൾ ഒമേഗ 0യ്ക്ക് അവിടെ ഒരു ഫ്രാക്ഷൻ അല്ലെങ്കിൽ അവിടെ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു. ആദ്യം നമ്മൾ ഏതാ കണ്ടുപിടിച്ചത്? റിലേറ്റഡ് വിത്ത് ദ ഫോഴ്സ് കോൺസ്റ്റന്റ്, ദാറ്റ് ഇസ് റൂട്ട് സി ബൈ എം. ഇവിടെ നമുക്ക് സോൾവ് ചെയ്ത അല്ലെങ്കിൽ ആ പ്രൂഫിൽ കൂടെ കിട്ടിയത് എന്താണ്? ഒമേഗ 0 ഈസ് ഈക്വൽ ടു 2 പൈ ബൈ ടി. അപ്പോൾ ഫ്രീ ഓസിലേറ്ററിന് നമുക്ക് പറയാം ഒമേഗ 0 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സി ബൈ എം, വിച്ച് റെപ്രസെൻറ്റ്സ് ഇറ്റ്സ് ആംഗുലർ ഫ്രീക്വൻസി ആൻഡ് ഇസ് എ കോൺസ്റ്റന്റ്, ആൻഡ് ദിസ് ഇസ് കോൾഡ് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേറ്റർ. ഇനി മൂന്നാമത്തെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്, ആദ്യത്തെ സിഗ്നിഫിക്കൻസ് നമ്മൾ പീരീഡിനെ റിലേറ്റ് ചെയ്ത്, രണ്ടാമത്തെ സിഗ്നിഫിക്കൻസ് ഫ്രീ ഓസിലേറ്റർ, അതായത് റൂട്ട് ഓഫ് സി ബൈ എം വെച്ച് പറഞ്ഞു, ദാറ്റ് ഇസ് നാച്ചുറൽ ഫ്രീക്വൻസി. ഇനി മൂന്നാമത്തതെന്ന് പറയുന്നത് നോർമൽ ഫ്രീക്വൻസി റിലേറ്റ് ചെയ്ത്, ഇഫ് ന്യൂ ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേറ്റർ ദെൻ ന്യൂ ഈസ് ഈക്വൽ ടു 1 by t, ദാറ്റ് ഇസ് ഒമേഗ 0 ഈസ് ഈക്വൽ ടു 2 pi ന്യൂ. That is the third significance or the third relation related to frequency. Okay, now the magnitude of maximum value of displacement is called amplitude of oscillator. Oscillator's amplitude എന്താണ് ചോദിച്ചാൽ that is the magnitude of maximum value of displacement. So x max is equal to a, that's the amplitude of oscillator. So physical significance of omega 0 എന്തൊക്കെയാണെന്ന് പറയുന്നത് എന്തായിരുന്നു? മൂന്ന് ഇക്വേഷൻസിനെ റിലേറ്റ് ചെയ്താണ്. അതിലെ ഫസ്റ്റ് ഇക്വേഷൻ പീരീഡിനെ റിലേറ്റ് ചെയ്ത് പറയണമെങ്കിൽ നമുക്ക് ആ ഒരു പ്രൂഫ് വേണം. രണ്ടാമത്തത് നമുക്ക് ഓൾറെഡി അറിയാം, ഫ്രീ ഓസിലേറ്ററിന് നമ്മളുടെ സൊല്യൂഷനിൽ നിന്ന് തന്നെ c ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സി ബൈ എം എന്ന് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് നാച്ചുറൽ ആംഗുലർ ഫ്രീക്വൻസി, അതായത് അത് കോൺസ്റ്റന്റ് ടേംസ് ആയതുകൊണ്ട് തന്നെ ഇറ്റ്സ് റിലേറ്റഡ് ടു നാച്ചുറൽ ആംഗുലർ ഫ്രീക്വൻസി. മൂന്ന്, നോർമൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേറ്ററുമായിട്ട് ഒമേഗ 0 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2 pi ന്യൂ. So these are the significance of omega 0. So I hope this video is clear for all of you. It was a small video. So thank you for watching this video. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Okay? Thank you.